ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുവരെ റാങ്ക് ലിസ്റ്റ് വന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്ന ജില്ലകൾ എറണാകുളം, കോട്ടയം, കൊല്ലം, വയനാട് ജില്ലകളുടെയാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ നമുക്ക് നോക്കാം. കൊല്ലം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. കൂടാതെ DD ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിലും ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഷുഗർ ലിസ്റ്റിലുള്ളവർക്ക് മെമ്മോ അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൻ്റെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ 22/8/2024 ഓഗസ്റ്റ് 22-ാം തീയതിയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് തേവള്ളി മലയാളി സഭ NSS UPS വെച്ചിട്ടാണ്. ഷുഗർ ലിസ്റ്റിലുള്ളവർക്ക് അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റിലുള്ളവർക്ക് 10 മണിക്കും അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് 11:30ക്കുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലായിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാൻ. ഷുഗർ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പാണ്. അപ്പോൾ എല്ലാ ഡോക്യുമെൻസുമായിട്ട് ആ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഹാജരാകുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. വയനാട് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 2024-26 വർഷത്തേക്കുള്ള വയനാട് ജില്ലയിലെ DLED പ്രവേശന കൂടിക്കാഴ്ച ഈ മാസം 21, 22, 23 തീയതികളിലായി ഡയറ്റ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടത്തപ്പെടുന്നു. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഗവൺമെൻറ് എയ്ഡഡിലെ DA എക്സ് സർവീസ്മെൻ ഡിപ്പാർട്ട്മെൻറ്റ് ജവാൻ കൂടിക്കാഴ്ച 21/8/2024 രാവിലെ 9 മണിക്കും സയൻസ് വിഭാഗം രാവിലെ 10 മണിക്കും കൊമേഴ്സ് വിഭാഗം ഉച്ചയ്ക്ക് 12 മണിക്കും നടത്തപ്പെടുന്നതാണ്. 22/8/2024 രാവിലെ 9 മണിക്ക് ഹ്യൂമാനിറ്റീസ് വിഭാഗം കൂടിക്കാഴ്ച നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൻ്റെ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആണ്. താഴെയുള്ളത് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ പറയുന്നുണ്ട്. അതിലും DA എക്സ് സർവീസ്മെൻ കൂടിക്കാഴ്ച 22/8/2024 ഉച്ചയ്ക്ക് 12 മണിക്കും കൊമേഴ്സ് വിഭാഗം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നടത്തപ്പെടുന്നതാണ്. 23/8/2024 രാവിലെ 9 മണിക്ക് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിനും ഉച്ചയ്ക്ക് 12 സയൻസ് വിഭാഗത്തിനും കൂടിക്കാഴ്ച നടത്തപ്പെടുന്നതാണ്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. DA എക്സ് സർവീസ്മെൻ ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ ആ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിൻ്റെ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ റാങ്ക് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഷുഗർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിൻ്റെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. കൂടിക്കാഴ്ച സമയത്ത് താഴെ പറയുന്ന രേഖകളുടെ അസൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം പോകാൻ. കൂടിക്കാഴ്ച അറിയിപ്പ്, അതായത് നിങ്ങളുടെ ഇൻ്റർവ്യൂ മെമ്മോ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനലായിട്ട് വേണം പോകാൻ. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളവർക്ക് നിങ്ങളുടെ TC അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോവുക. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് TC ഒക്കെ വാങ്ങിയാൽ മതിയാകും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ ഉറപ്പില്ലല്ലോ. അതേസമയം ഷുഗർ ലിസ്റ്റ് ഉള്ളവരെ എല്ലാ സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസുമായിട്ട് വേണം പോകാൻ. നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാണ്. നിങ്ങൾ ജസ്റ്റ് അഡ്മിഷൻ എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. കോട്ടയം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്ട്രക്ഷൻ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ മെമ്മോ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. തൊട്ട് താഴെ ഹ്യൂമാനിറ്റീസിൻ്റെ, സയൻസിൻ്റെ, കൊമേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2024-26 അധ്യയന വർഷത്തെ DLED കോഴ്സിന് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കോട്ടയം ജില്ലയിൽ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കിയത് പ്രകാരം പ്രസ്തുത കോഴ്സുകളിലേക്കുള്ള കൂടിക്കാഴ്ച 2024 ഓഗസ്റ്റ് 19-ാം തീയതി കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച്, അതായത് കോട്ടയം ബെസിലിയോസ് കോളേജിന് സമീപം വെച്ച് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനലായിട്ട് പോയി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഷുഗർ ലിസ്റ്റ് ഉള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പാണ്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് ഈ പറയുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേർന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളവർക്കും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. ഷുഗർ ലിസ്റ്റുള്ള കുട്ടികൾ വരാതിരിക്കുകയാണെങ്കിൽ അതേ കാറ്റഗറിയിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റുള്ള കുട്ടികളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഷുഗർ ലിസ്റ്റിലും വെയിറ്റിംഗ് ലിസ്റ്റിലും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ. എറണാകുളം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സയൻസ് വിഭാഗത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓഗസ്റ്റ് 14-നായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതുപോലെ തന്നെ കൊമേഴ്സ് വിഭാഗത്തിൻ്റെയും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൻ്റെയും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DD ഓഫീസിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെറ്ററിൽ പറയുന്ന മെയിൽ ID യിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് അതായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഓക്കെ. അങ്ങനെ മെയിൽ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 16/8/2024 5 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. ഓക്കെ. അപ്പോൾ സയൻസ് വിഭാഗത്തിലെ ഷുഗർ ലിസ്റ്റിലുള്ളവർക്ക് മെമ്മോ അയച്ച പോലെ തന്നെ കൊമേഴ്സ് വിഭാഗത്തിലും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുള്ള ഷുഗർ ലിസ്റ്റുള്ളവർക്ക് മെമ്മോ അയക്കുന്നതാണ്.
അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾ നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിലും ഡേറ്റും ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ DD ഓഫീസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എനിക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതുപോലെ മറ്റൊരു ജില്ലയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.